MyG Future and Maruti Suzuki presents Big Boss Malayalam Season 7, co-presented by Berger Paints, Healthy Grocer Kayam, Ujala Young and Fresh Fabric Conditioner and Regal Jewelers. പ്രേക്ഷകരായ നിങ്ങളുടെ വോട്ടിംഗ് പ്രകാരം ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായി വരുന്ന ആളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജിസൈൽ. ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഞാൻ ഓർത്തില്ല 60 ദിവസം ഞാൻ സർവൈവ് ചെയ്യും, പക്ഷെ ചെയ്ത് കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ മേഡ് ഗ്രേറ്റ് ഫ്രണ്ട്സ്. ഇന്നൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് എന്റെ ടാസ്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സിൻസ് ഫ്യൂ ലാസ്റ്റ് വീക്സ് ടാസ്ക് നന്നായിട്ട് ഇച്ചിരി മാറി. അത് ഇപ്പൊ സങ്കടം വരുന്നു. അങ്ങനെ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാനെന്റെ ബെസ്റ്റ് ചെയ്തു, പക്ഷെ സംടൈംസ് നമ്മളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ കൺട്രോളിലില്ല. അപ്പൊ ഫോക്കസ് ലൂസ് ചെയ്യും, അങ്ങനെ ഉണ്ടാവും. ബിഗ് ബോസ് വീട് എന്ന് പറയുന്നത് അത്ര ഈസിയാണോ താമസിക്കാൻ? ഒട്ടും ഈസി അല്ല. എസ്പെഷ്യലി ഏഴിന്റെ പണി വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് തിങ് ഐ ഹവ് എവർ ജിഷയിൽ ഇവിടുന്ന് പോകുമ്പോ നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ മാറിയതായിട്ട് തോന്നുന്നു. ഐ തിങ്ക് കുറെ കാര്യങ്ങൾ ലൈക്ക് ഐ എം ഈറ്റിംഗ് കാർബ്സ്, ഷുഗർ, പിന്നെ ലൈഫ് സ്റ്റൈൽ മാറി, ഫുഡ് മാറി, ഫുഡ് വാല്യൂ വന്ന്, തുണികളുടെ ഇത്ര അറ്റാച്ച്മെന്റ് ഇല്ല, പണ്ടത്തെ കുറെ ഉണ്ടായിരുന്നു. സോ ഓൾ ദീസ് തിങ്സ് ഹാവ് ബിക്കം എ വെരി ഈസി പേഴ്സൺ ഐ തിങ്ക്. കുറച്ചുകൂടെ ഫ്രീ ആയി, ജീവിതം കുറച്ചുകൂടെ കാണാൻ പറ്റും. കുറെ കണ്ട് പിന്നെ ആഹാരം ഉണ്ടാക്കാൻ പഠിച്ച്, കുറെ കാര്യങ്ങൾ പഠിച്ച്, കുറെ പണികൾ പഠിച്ച്, ബാത്റൂം കഴുകി നല്ലപോലെ അതൊക്കെ ചെയ്യാം. ഇപ്പം അറപ്പില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിച്ച്. നമുക്ക് വീട്ടിലൊന്ന് പോണ്ടേ? ഷുവർ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഹായ്, ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് ബി സാഡ് ബിക്കോസ് ഞാൻ ഹാപ്പി തന്നെയാണ്. ഒബ്വിയസ്ലി ഐ മിസ് യു ആര്യൻ. ബട്ട് ഞാൻ പുറത്ത് വന്ന് ഇതാണ് ലൈഫ്, റിയൽ ലൈഫ് ഇതാണ്. അതും നല്ല ലൈഫാണ്, പക്ഷെ എല്ലാവർക്കും ഒരു വീക്കിൽ പോകണം, റൈറ്റ്? സോ വി ഹാവ് ടു ബി റിയലിസ്റ്റിക് ആൻഡ് പ്രാക്ടിക്കൽ. നമുക്കിങ്ങനെ കരിഞ്ഞു പിടിച്ച് പോകണ്ട. സോ ഐ വോണ്ട് ടു ബി ഹാപ്പി ആൻഡ് ഐ വോണ്ട് ഗോ. ആൻഡ് എല്ലാവരും അക്ബർ, ഷാനവാസ്, ആൻഡ് ഡെഫിനറ്റ്ലി നൗ ആദില, കോൺഗ്രാറ്റുലേഷൻസ്. അനുമോൾ, നെവിൻ, സാബുമോൻ, and Lakshmi, Anish, Kanna Tumbi. So I'm very happy, and everyone deserves to win. Oh, Shanavas is crying. Just സ്നേഹം എല്ലാവർക്കും ഉണ്ട് എന്നോട്. തീർച്ചയായിട്ടും ജിഷയിലെ അവിടുത്തെ കഴിഞ്ഞ 60 ദിവസ ജീവിതം നമുക്കൊന്ന് കാണാം. ഇരിക്കൂ, നിങ്ങൾ ഡോണ്ട് ട്രൈ. നമുക്ക് കാണാം. Officer Giselle.
എനിക്കിതൊന്നും പറ്റത്തില്ല. സീരിയസ്ലി എനിക്ക് പറ്റില്ല. ഓൾറെഡി മെന്റലി ടയർഡ് സിൻസ് യെസ്റ്റർഡേ. ഐ ഡോണ്ട് വാണ്ട് രാത്രി ഭക്ഷണം ജിസാൻ യു സോ ബ്യൂട്ടിഫുൾ പറയാതിരിക്കാൻ വേണ്ടി ഞാനാണ് നിന്റെ ഫ്രണ്ട്. ഐ ആം മോർ യുവർ ഫ്രണ്ട്സ്. ബോഡി നിന്റെ ഫിസിക്കൊക്കെ വേസ്റ്റ് ചെയ്ത് എന്താണ് ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്? I love you, my sweetest. You'll always be my Jasila. No, love you too. And it's just 35 days. Do good. കേക്ക് കരിവേപ്പിലയുടെ അകത്ത് ഒളിച്ചു വെച്ചിരിക്കുകയാണ് റൈറ്റ് സൈഡില്. രണ്ടാമത്തെ സൈഡില് ബീൻസിന്റെ താഴെ രണ്ടാമത്തെ കേക്ക് ഉണ്ട്. അതെടുത്തോണം. നിവിൻ എടുക്കണം, മുമ്പ് നീ എടുത്തോണം. ഓക്കെ, ഷെയർ ചെയ്യണം. ഓക്കെ, നിവിനും കൊടുത്തേക്കണം. 1 ബോൾ ഫോർ നിവിൻ. നിവിൻ, ഇസയിലെ ഒരുപാട് പേര് ബിസിയില്ലേ? I will definitely miss every one of you. But Aryan ഇച്ചിരി കൂടി ആക്ച്വലി കൂടുതൽ ആര്യനാണ് മിസ് ചെയ്യുന്നത്. പിന്നെ ഓഫ് കോഴ്സ് അക്ബർ, ഷാനവാസ് ആൻഡ് നിവിൻ. ദീസ് ആർ ലൈക്ക് മൈ ഫേവറേറ്റ്സ്. ഇവരെ ഇച്ചിരി കൂടുതൽ മിസ് ചെയ്യും. This is the game. This is the game. So enjoy the game and all the best. ഈ ജീവിതത്തിൽ മുഴുവൻ ഒരുപാട് നല്ല ഭാഗ്യങ്ങൾ ദിശയിൽ It's a ഉണ്ടാവട്ടെ. pleasure meeting you and the way I shared this space with you and living with you for 60 days. It was my pleasure and I hope to work with you someday. Definitely നടക്കട്ടെ. So all the Thank you best. so much. So ഒരിക്കൽ കൂടെ all the best. Thank you so much. Love and prayers. Bye bye. See you guys. Do well. Best of luck, Aryan. എന്താ ചെയ്യാ? ഇതൊരു ഗെയിം അല്ലേ? അടുത്തത് നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും എന്റെ അടുത്തേക്ക് വരുന്നത്. ശ്രദ്ധിച്ചു കളിക്കും. ഓക്കെ, അടുത്ത ആഴ്ച കാണാം. ഗുഡ് നൈറ്റ്. ബിഗ് ബോസ് സീസൺ 7ലെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. ഇനി വരുന്ന ദിവസങ്ങൾ ഗെയിമിനെ തന്നെ മാറ്റി മറിക്കുന്നവയാണ്. അടുത്ത ആഴ്ചയിലെ പണികൾ അവരുടെ എൻഡ്യൂറൻസിന്റെ പരീക്ഷണം കൂടിയാണ്. അത് ചിലപ്പോൾ പാട്ടിലൂടെയാകാം, ഡാൻസിലൂടെയാകാം, ചിലപ്പോൾ സീക്രട്ട് ടാസ്കുമാകാം. വീണ്ടും അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ പോയി വരാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. എനിക്ക് എന്തായിപ്പോയി ബേബിനെ വിളിക്കാത്തല്ലേ ബുദ്ധിമുട്ടായ സുഹൃത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ആ ടൈമിൽ എനിക്ക് ബേബിനെ ആണ്. ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു നമ്മുടെ ജിസയിൽ പോവില്ല എന്ന്. അവളെ ചിരിക്കും കഴിക്കും. ഏത് നിമിഷം വന്നാലും അവള് ചിരിയോടുകൂടി ഒരു കോൺഫിഡൻസ് എപ്പോഴും ഉണ്ട്. ഭയങ്കര കോൺഫിഡൻസ് പക്ഷെ നേരെ മറിച്ച കുട്ടിയാണ്. അതിലേക്ക് ഭയങ്കര ഇതും അതിന് കൂടി നേരെ മറിച്ചാണ്. ഭയങ്കര പേടിയാണ്. ഞാനും വിചാരിച്ചു ഫൈനൽ 5-ലൊക്കെ ജിസയിലുണ്ടാവും. അപ്പൊ മുമ്പ് എല്ലാരോടും പറയാനുള്ളത് വരെ പ്രിപ്പയർ ചെയ്തായിരുന്നു. അത്രയില്ലേ പോയി പക്ഷെ ഓരോ എവിക്ഷനും ഭയങ്കര ടെൻഷൻ തന്നെ. സത്യം എന്തോ ഡിഫറെന്റ് സാധനം. അപ്പോഴാ ഞാൻ ആലോചിക്കുന്നത് ഈ ഇമ്മ്യൂണിറ്റിന്റെയും ഇതിന്റെയൊക്കെ ഒരു പവർ. കാരണം നമുക്ക് ഒരാഴ്ച മൈൻഡ് ഫ്രീ ആയിട്ടിരുന്നൂടെ? ആ സത്യോ
എന്തുകൊണ്ടോ സ്ട്രെസ് എടുക്കണ്ടല്ലോ. ഞാൻ ജിസേലിലൂടെ നിന്നപ്പോ ഞാൻ ഉറപ്പിച്ച് എനിക്കപ്പോ സമാധാനമായി. അപ്പൊ ശരി. പക്ഷേ ഈ ജന്തുക്കള് കൈ പിടിച്ചുകൊണ്ടുപോകുന്ന ആരും വിചാരിച്ചു. അവളാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബോണ്ടായിട്ട് ഇങ്ങനെ വരായിരുന്നു. ഒനിയിലും ഞാൻ വിചാരിച്ചില്ല. സാബും ലക്ഷ്മി ഒന്നും ചെയ്യുന്നില്ലല്ലോ ഇവിടെ. ആ സമയത്താണ് ഒനിയിലും ജിസേലും പോകുന്നത്. ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇനി വേറെ പണിയുണ്ട്. ഒരു സ്പേസ് എന്ന സാധനം ഇല്ല, കൊടുക്കുന്നില്ല. ഇഗ്നോർ ചെയ്തില്ല. ഇങ്ങോട്ട് കയറി വരികയാണേ അതിൽ സ്പേസ് കൊടുത്തിട്ടാണ്. വേണ്ട, അതൊന്നും ചെയ്തില്ലല്ലോ, ഒരു പണിയും ചെയ്തില്ല. എടാ ഇപ്പൊ പറഞ്ഞത് കേട്ടോ ഒരു സാധനം, ഞാനത് എത്ര വളർത്തിയെടുക്കലൊക്കെ ഞാൻ ഉൾക്കൊണ്ടു. ഞാനൊരു വിഷയത്തെ വലുതാക്കുന്നു എന്ന് പറയുന്നത് എന്താണ് അവ അങ്ങനെ പറഞ്ഞത് എനിക്കറിയാം. അവന്റെ അത് ഞാനുണ്ടല്ലോ, എന്താണ് എന്ത് ഫീമെയിൽസിന്റെ അത് വെച്ചല്ല പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ഇടയ്ക്ക് തോന്നാറില്ല ഒരു ക്യാപ്റ്റൻസി കൊടുത്തിട്ട് തല പറഞ്ഞത്. അവിടെ ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ, സ്ത്രീകളുടെ മേലെ ശബ്ദങ്ങൾ ഉയർത്തി അവരുടെ വോയിസ് പുറത്തു വരാത്ത രൂപത്തിൽ അവരുടെ മേൽ ആധിപത്യം ശ്രമിക്കുന്നവരാരൊക്കെ, അങ്ങനെ ശ്രമിക്കുന്നവരോടുണ്ടോ അത് എന്നാണ് വേണേ ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്ത് അങ്ങനെയാണ് ലാലേട്ടൻ ചോദിച്ചത്. അതാണ് അതിന്റെ അന്തസുത്ത. അല്ല, പക്ഷെ അവസാനം ലാലേട്ടൻ തന്നെ പറയും ക്യാപ്റ്റൻസിന്റെ കാര്യം എന്ത് ഇതിൽ വെച്ചാ നോമിനേറ്റ് ചെയ്യുന്ന ചോദിച്ചില്ല അല്ലേ? അങ്ങനെ അവിടെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, സ്ത്രീകളുടെ കാര്യം ഞാൻ റീസൺ കൊടുത്തു. എന്താ പറയാ, അത് നീ പറഞ്ഞു. ആ അത് നീ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ ചൊറിയ മറ്റേ കൊട്ടാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്യാപ്റ്റൻസിനെ ക്യാപ്റ്റൻസിന്റെ കാര്യം അതെ. അപ്പൊ പക്ഷെ അതിന്റെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക്. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞത്. അല്ലല്ല, ലാലേട്ടൻ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് ആയിക്കോണ്ടാകുന്ന പ്രശ്നം. ലക്ഷ്മി അല്ല, സ്ത്രീകൾക്ക് ഒന്നും പറ്റൂല, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് ലാലേട്ടാ. ഇനിമലും വോയിസ് അടിച്ചമർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടോ? അതാരാണ് സാബുമാൻ? അങ്ങനത്തെ ആൾക്കാരെന്ന് വെച്ചപ്പോൾ അപ്പൊ അങ്ങനെ അതാണ് നീ പറഞ്ഞത്. അല്ല ലക്ഷ്മി, പിന്നെ അതിനുള്ള അഭിപ്രായം ആരിലാണെന്ന് ഞാൻ തന്നെയാ പറഞ്ഞത്. പക്ഷെ സ്ത്രീകളുടെ കാര്യമല്ല, ഞാൻ സ്ത്രീകളുടെ കാര്യം പറഞ്ഞത്. എന്താ പറയാ, അല്ലല്ല ഞാൻ എഴുതി വെച്ചേരാ, എനിക്കറിയാം ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു 10 ആഴ്ചയായിട്ട് മനസ്സിലായില്ലേ, ആദ്യത്തെ 8 വീക്സ് മാത്രമേ മെയിൽ ക്യാപ്റ്റൻസ് വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് അവിടെ കഴിഞ്ഞ് പിന്നെയാണ് ക്യാപ്റ്റൻസിന്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ. എന്തോ ലാലേട്ടൻ ചോദിച്ചു ക്യാപ്റ്റൻസിയിൽ ആൾക്കാർ വരുമ്പോ എങ്ങനെയാ മനസ്സിലായില്ലേ, നയിക്കേണ്ട ആളല്ലേ വരേണ്ട, ആ ഒരു രീതി പോയില്ല. പക്ഷെ നിങ്ങൾ എന്തിനാ തെരഞ്ഞെടുക്കുന്ന നോമിനേഷൻ? അപ്പൊ ഞാൻ പറഞ്ഞ തലവേദന എടുക്കാൻ. അതെ, അവിടെയാണ് പോയത്. പക്ഷെ അവിടെ അത് നിങ്ങൾ സ്ത്രീകളായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ എന്റെ പേര് ആ സമയത്ത് നീ ഏത് കാര്യം പറഞ്ഞാണ്? അത് ഞാൻ ഇങ്ങനെ ഓർത്തപ്പോ മനസ്സിലായില്ലേ, നമ്മൾ ചിലവരെ ക്യാപ്റ്റൻ ആക്കൂല്ലേ, എന്നിട്ട് അവരെ തലവേദന കൊടുക്കാനായിട്ട് നിങ്ങളെല്ലാം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള അത് തന്നെ ഞാൻ പറഞ്ഞത്. പക്ഷെ സ്ത്രീകളായിട്ട് പോയിട്ടില്ല, ഉറപ്പായിട്ട് പോയിട്ടില്ല. ഇല്ല ഉറപ്പായിട്ടും നിങ്ങൾ സ്ത്രീകളായിട്ട് ഒരു ബന്ധമില്ല.